പരിപ്പോ സാമ്പാർ പൊടിയോ പുളിയോ ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം. ഇത് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. രണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനുള്ളതാണ്. തോര വേകുന്ന സമയമൊന്നും ഇതിനാവശ്യമായിട്ട് വരുന്നില്ല. തീരെ ചെറുതാക്കണമെന്നില്ല. കഷ്ണമൊക്കെ ഒരു ഇതായിട്ടൊന്ന് മുറിച്ചിട്ടാൽ മതിയാകും. തക്കാളി അതിൻ്റെ ഞെടുമ്പൊക്കെ ഭാഗം ഒന്ന് കളഞ്ഞിട്ട് അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. എന്നും ചട്നിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് നോക്കാവുന്നതാണ്. അധികം കഷ്ണങ്ങളാണേലും വേണ്ട. പച്ചമുളക് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണം വേവാനുള്ള വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിന് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 2 വിസിലൊക്കെ മതിയാവും. നമുക്കത് വെന്ത് കിട്ടും. ഇനിയൊന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കണം. തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് അധികമുള്ള വെള്ളം ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് നമുക്ക് ആവശ്യമുണ്ട് ഇത് കളയാനുള്ളത്. അതിലെ വെള്ളമെല്ലാം മാറ്റിയെടുത്തു. ഇനി നമുക്ക് തക്കാളി ഉള്ളിയും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. വെള്ളമില്ലാതെ അരച്ചെടുക്കണത്. നല്ല നന്നായിട്ട് അരയ്ക്കണം. നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 1 ഉണക്കമുളക് മുറിച്ചത്, അല്പം കരിവേപ്പില ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ലോ ഫ്ലെയിമിൽ വയ്ക്കണം നമ്മൾ. മുളകൊക്കെ പെട്ടെന്നല്ല കരിഞ്ഞു പോകും. ആ ജീരകത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ് സാമ്പാറിന്. അപ്പം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഇനിയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കധികം കഷ്ണങ്ങളൊക്കെ ഇല്ലാത്തപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറായത്. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ. എരിവിന് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ.
സാമ്പാർ പൊടിക്ക് പകരം നമ്മളിതാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സാമ്പാർ പൊടി ആ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഈ പൊടിയുടെയൊക്കെ വാസന ഒന്ന് മാറി വരുന്നവരേക്ക് നമുക്കിതൊന്ന് ചൂടാക്കണം. ഇനി പൊടിയുടെ മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് മൂത്ത ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അതും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളിനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി അത് ചേർത്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് തക്കാളിയൊക്കെ അരച്ചത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൊഴുപ്പുണ്ടാകും. നമ്മുടെ ആവശ്യം എത്രയാണ് അനുസരിച്ചുള്ള കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. തിളയ്ക്കണമല്ലോ ഇത്. ഇഡ്ഡലിയൊക്കെ ആകുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. കായം ഒരു 1/4 ടീസ്പൂണോളം ചേർക്കാം. ഉലുവ വറുത്ത് പൊടിച്ചത് അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മല്ലിയില ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണോളം അത് ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാൻ തയ്യാറാക്കിയ നമ്മുടെ ടേസ്റ്റി സാമ്പാർ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.